ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ചിറ്റൂർ അമ്പലത്തിൽ പോവാണ്. ചിറ്റൂർ അമ്പലം തമിഴ്നാട്ടിലാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 5:30-6 മണിക്കകത്തായിരിക്കും. ഞാനും അമ്മാമ്മയും അമ്മയും എല്ലാവരും കൂടി പോയി. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല, കാരണം നമ്മൾ ഇത്തിരി ലേറ്റായി പോയിട്ടുണ്ട്. പോണ വഴിക്ക് മഴയൊക്കെ പെയ്തു. പിന്നെ നമ്മളൊരു സ്റ്റോപ്പിൽ അവർ ഇത്തിരി നിർത്തിയിടും. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഏകദേശം സമയം 7 മണി 8 മണി അടുപ്പിച്ചായി. എന്നിട്ട് ഗൈസ് നമ്മൾ ബസ്സിലോട്ട് തിരിച്ചു കയറാൻ വഴി ആ കടയിൽ നിന്ന് ഇത്തിരി മുല്ലപ്പൂ വാങ്ങി. അപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞാലും അമ്മ മുല്ലപ്പൂ വയ്ക്കാൻ എൻ്റെ സ്ലൈഡില്ലെന്നുണ്ട്. അപ്പോൾ അവിടുത്തെ മാമൻ സ്ലൈഡ് എടുത്ത് തന്നെ കേട്ടോ. അങ്ങനെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഇത്തിരി നേരം അവിടെ ഇരുന്നു. പക്ഷേ ആ സന്തോഷം കുറേ നേരം ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു അമ്മാമ്മയാണ് ഇരുന്നത്. ഞാൻ അമ്മാമ്മ ചോദിച്ചപ്പോൾ അവർ വലിയ കുഴപ്പം പറഞ്ഞില്ല അമ്മാമ്മ. അപ്പോഴത്തേക്കും പിന്നെ വേറൊരു ആൻറ്റി വന്നു അതിനെ വലിയ സീനാക്കി, എന്നെ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു. പക്ഷേ അവർ വഴക്ക് പറയാൻ വേണ്ടി ഞാൻ അവിടെ നിർബന്ധം പിടിച്ചിരുന്നില്ല. അവർ മാറാൻ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മാറിയിരുന്നേ. പിന്നെ ഞാൻ എണീറ്റ് എൻ്റെ സീറ്റിൽ തന്നെ വന്നിരുന്ന് പിന്നെ നമ്മളെ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ കുറേ മില്ലുണ്ട് കേട്ടോ. എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്. പണ്ട് ഞാൻ 2 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇതല്ലായിരുന്നു. ഒരുമാതിരി വറ്റി വരേണ്ട ഒരു ഭൂമിയെ പോലെയാണ് കിടന്നിരുന്നത്. പക്ഷെ ഇപ്പം നല്ല മരങ്ങളൊക്കെ കിടന്ന് ഇപ്പോൾ അടിപൊളിയായിട്ടോ കാണാൻ. നല്ല മില്ല് അതിനിടയ്ക്കിടയ്ക്ക് പിന്നെ കുഞ്ഞു കുഞ്ഞു വീടുകളും. പിന്നെ ഗൈസ് നമ്മൾ സ്ഥലം എത്തി. അവിടെ എത്തിയിട്ട് കുറച്ച് നമുക്ക് നടക്കാനുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് നടന്ന് നമ്മൾ വന്ന് ആദ്യമേ വന്ന് അടുപ്പ് പിടിച്ച് നമ്മൾ മൊത്തം 5 ബസ് ഉണ്ടായിരുന്നു. നമ്മളെ ബസ് ഒരു രണ്ടാമത് എത്തിയത്. അപ്പം നമുക്ക് അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ തന്നെ നമുക്ക് പിടിക്കാൻ പറ്റി. അങ്ങനെ ഗൈസ് ഈ ടൈമിൽ നമ്മൾ ഈ പൊങ്കാലയ്ക്കുന്ന ടൈമിൽ ഇത് നിറഞ്ഞ് തുളുമ്പുമ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ പറയും. അത് സത്യമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് ബാക്കി എല്ലാവരും ഇടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വേഗം ഇട്ട് കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു. ഇനിയിപ്പോൾ തുള്ളലാണ് കേസ് എടുത്തത്. അങ്ങനെ തുള്ളൽ വെള്ളമൊന്നുമില്ല. അതൊക്കെ എടുത്ത് കൊടുത്ത് ഒഴിക്കാൻ. പിന്നെ അവിടെ ഒരാൾ പൊള്ളി കിടക്കുമ്പോൾ പിന്നെ വെള്ളം ഇരിക്കുമ്പോൾ കൊടുക്കണം.
ഗൈസ് പിന്നെ അങ്ങനെ തുള്ളലൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ പായസം കൂടി തളിക്കുന്ന ഒരിതുണ്ട്. അപ്പം ആ ടൈമിൽ ഈ പായസങ്ങൾ വെക്കുന്നിടയിൽ ഈ ആൾക്കാരിങ്ങനെ മാറി കൊടുക്കത്തില്ല. അപ്പോൾ ഈ തലേൻ്റെ മണ്ടേ കൂടി പായസങ്ങൾ കൈമാറി കൊടുക്കുന്നിടയിൽ ഒരു ആൻറ്റീൻ്റെ മണ്ടേ കൂടി പായസം വന്ന് വീണത്, ശർക്കര പായസം വന്ന് വീണ് ആൻറ്റീൻ്റെ തലയിൽ കൂടി കേസ് വീണു. അപ്പം മുതുകും എല്ലാം പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ടടുത്ത് എൻ്റെ അമ്മയായിരുന്നു. അപ്പം അമ്മേൻ്റെ കയ്യിലും കുറച്ച് വീണു. അപ്പം അമ്മേൻ്റെ കയ്യിൽ ഇത്തിരി വീണപ്പോഴേ അമ്മ കൊണ്ടുവന്ന് കാണിച്ചു തന്നായിരുന്നേ. നല്ല ചുമന്നു ആ ടൈമിൽ എന്ന് വെച്ചാൽ അമ്മ വീണപ്പോഴേ കൊണ്ട് തട്ടിക്കളഞ്ഞ് എല്ലാം കഴുകിയെടുത്തപ്പോഴേ കാണിച്ചു നല്ല ചുമന്നു. അപ്പം ആ ആനീൻ്റെ പിറത്ത് അത് മൊത്തത്തോടെ വീണപ്പോൾ ആ മുതു അത്രയും പൊള്ളി അടന്ന്. പിന്നെ ഹോസ്പിറ്റലിൽ അപ്പോഴേ എടുത്തുകൊണ്ട് പോയി. പിന്നെ ആൻറ്റി ഓക്കെ ആയി ഗൈസ്. കാരണം അത്ര നല്ല പൊള്ളി, നല്ല ചൂടുള്ള പായസമില്ല, നമുക്കിപ്പോൾ അറിയാമല്ലോ. അങ്ങനെ അതൊക്കെ ഇത്തിരി വിഷമം ഉണ്ടാക്കണ കാര്യങ്ങളായിരുന്നു. പിന്നെ ഗൈസ് നമ്മൾ ബാക്കി തുള്ളലും എല്ലാം കണ്ടിട്ട് നമ്മൾ ഇറങ്ങാറായി. തുള്ളൽ കഴിഞ്ഞ് നമ്മൾ മറ്റേ അനുഗ്രഹം വാങ്ങും. അപ്പം അങ്ങനെ അവർ ഭസ്മമൊക്കെ ഇട്ടെന്ന് അങ്ങനെ നമ്മൾ ഇറങ്ങാറായി കേട്ടോ ഗൈസ്. പിന്നെ ഇത്തിരി തുള്ളലുണ്ട്, അതിനിപ്പം കാണിച്ച വീഡിയോ ഇത്തിരി ലോങ്ങായി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ബാക്കിയൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഗൈസ് നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മറ്റേ ഞാൻ പറഞ്ഞില്ല ആൻറ്റീൻ്റെ കാര്യത്തോർത്ത് ഇത്തിരി വിഷമിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ബസ്സിലോട്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ബസ്സിലൊക്കെ പോയി ഇരുന്ന് അപ്പോൾ ഗൈസ് കയറിയിരുന്നു ഗൈസ്. ഇതിപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി ഒരു അമ്പലത്തിൽ പോയിക്കൊണ്ട് നിർത്തും വണ്ടി. അപ്പോൾ അവിടെ നിൽക്കുകയാണ്. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. ഈ ആടുകളുണ്ടോ നമ്മൾ അവിടെ അത്രയും കയറി ഇറങ്ങി നടക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്നിടത്തൊക്കെ വന്ന് നിൽക്കും. നമ്മളിപ്പോൾ എടുത്ത് കഴിക്കാൻ നേരത്തായാലും അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. എനിക്കൊക്കെ ഇത്തിരി പേടിയാണ് ഇതിന്. അപ്പോൾ അതിനെ പിന്നെ ഓടിച്ചു വിടും. പിന്നെ പട്ടികളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വെച്ചും ഒരു മോശം ഇൻസിഡൻറ്റ് കാണേണ്ടി വന്നു ഗൈസ്. ബട്ട് അത് ഞാനിങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളിപ്പോൾ അതൊരാളടുത്ത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാലും അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അത് അവർ തെറ്റാണെന്ന് അംഗീകരിച്ചും തരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ടെത്തി. അതൊരു അമ്പലമാണ്. പിന്നെ അമ്പലത്തിൽ പോകുന്ന മുമ്പ് ടോയ്ലറ്റിൽ പോകാൻ മുട്ടിയോണ്ട് ടോയ്ലറ്റും തപ്പി അടക്കാണ്. പിന്നെ ടോയ്ലറ്റിലൊക്കെ പോയി നമ്മൾ അമ്പലത്തിൽ കയറുമ്പോൾ ചായ കുടിക്കാൻ വിചാരിച്ചു ഗൈസ്. ഈ കട ഉണ്ടോ ചായ കുടിക്കാൻ കയറിയാണ്. പക്ഷേ ആ ഒരു പഴയ വൈബൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു സ്ഥലം. അങ്ങനെ ഗൈസ് ഇത് വാഴക്കപ്പഴം, പക്ഷേ വാഴക്കപ്പഴത്തിൽ ഭയങ്കര എണ്ണയായിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ച് നമ്മൾ അടുത്ത അമ്പലത്തിൽ വന്നു. അമ്പലത്തിൽ കയറി തൊഴുതിന് ശേഷം കടലിലോട്ട് പോകാൻ വേണ്ടി ഞാൻ അമ്മേൻ്റെ നിന്ന് കടല വാങ്ങിച്ചു തന്നമ്മ. അങ്ങനെ കടല വാങ്ങി തിന്നുകൊണ്ട് നമ്മൾ കടലിൽ പോയിട്ട് എനിക്ക് കുറച്ച് നേരം നിന്നോളൂ ഗൈസ്. കാരണം നമ്മൾ ബസ് ഇത്തിരി ദൂരമാണ് കിടക്കുന്നത്. അപ്പം ബസ് പോകുമെന്നും പറഞ്ഞ് എന്നെ ഇത്തിരി നേരം അവിടെ നിർത്തിയോളും. പിന്നെ നമ്മൾ അവിടെ നിന്ന് എനിക്ക് പാനിപൂരി വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് അമ്മ വാങ്ങിച്ചിരുന്നില്ല. പിന്നെ വന്ന് പൊരി, എൻ്റെ അനിയത്തിക്ക് പൊരി വാങ്ങി. പിന്നെ പാത്രക്കട ഉണ്ട് എൻ്റെ അമ്മമ്മയ്ക്ക്, അപ്പോൾ ഒരു പാത്രം വാങ്ങണം. അങ്ങനെ പാത്രം വാങ്ങി. നിങ്ങളെ അമ്മാമ ഇങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ ബോർഡിൻ്റെ അവിടെ എത്തിയപ്പോൾ നിർത്തി രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ. ഞാൻ വാങ്ങിയത് നൂഡിൽസാണ്. അമ്മയും പെറോട്ടയും പിന്നെ ഏതൊരു ചിക്കൻ പെരട്ട അങ്ങനെ എന്തോ വാങ്ങി. പിന്നെ നമ്മൾ വീണ്ടും വന്ന് സീറ്റിലിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇത്തിരി നേരം നിർത്തിയിട്ടിരുന്നു. അപ്പോൾ ആ ടൈമിൽ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ ഗൈസ് നമുക്ക് ഇറങ്ങാറായി. നമ്മളെ ബസ് കണ്ടു, നമ്മളെ ഇറക്കിയിട്ട് ബസ് പോയി. അങ്ങനെ ഞാനും അമ്മയും അമ്മാമ്മയും കൂടി വീട്ടിൽ അങ്ങനെ നടക്കുകയാണ്, വീട്ടിൻ്റെ അങ്ങോട്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.